തിരുഹൃദയമേ, തീരാത്ത സ്നേഹമേ, ആകാശം പോലല്ലോ. ഈശോയുടെ തിരുഹൃദയ രക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരെ, യഹൂദരുടെ ഇടയിൽ ഒരു നിയമം അനുശാസിക്കുന്നുണ്ട്. രക്തം കൂടെയുള്ള മാംസം ഭക്ഷിക്കരുത്. അവൻ ഭക്ഷിച്ചാൽ, ആര് ഭക്ഷിച്ചാലും അവൻ ശിക്ഷിക്കപ്പെടണമെന്നാണ് യഹൂദ നിയമം. പഴയ നിയമത്തിലെ ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായം 10ഉം 11ഉം വാക്കുകളാണ്, അല്ലെങ്കിൽ തിരുവചനങ്ങളാണ് ഇതിൻ്റെ ബേസായിട്ട് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. ലേവ്യരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് മോശയോട് അരുൾ ചെയ്യുകയാണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ ഇടയിൽ 10ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഇസ്രായേൽ വംശമോ ഇസ്രായേൽ വംശത്തിൻ്റെ കൂടെ വസിക്കുന്ന മറ്റു വിജാതീയരോ ആരെങ്കിലും രക്തം കൂടെയുള്ള മാംസം ഭക്ഷിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ നേരെ മുഖം തിരിച്ചു കളയും, അവരെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയും എന്നാണ് പറയുക. ഇനി ഇതിനെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് നമ്മൾ കുറച്ചും കൂടി വായിച്ചു പോകുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം ദൈവം പറഞ്ഞത് എന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് അന്വേഷിക്കുകയാണെങ്കിൽ, രക്തം ജീവൻ്റെ അടയാളമാണ്. ആ ജീവൻ്റെ അടയാളം ഭക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ ശിക്ഷിക്കപ്പെടണം. രക്തം ജീവന് പരിഹാരമായിട്ട് കണക്കാക്കിയിരിക്കുന്നതാണ്, അതിനാണ് സൃഷ്ടിച്ചിരിക്കുന്നതെന്നാണ് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നത്. ഈ ഒരു വെളിച്ചത്തിൽ ഇത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് പുതിയ നിയമത്തിലെ പത്രോസിൻ്റെ ലേഖനത്തിൽ, സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസിൻ്റെ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. 18ഉം 19ഉം വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നിങ്ങൾ നശ്വരമായിട്ടുള്ള വെള്ളിയോ സ്വർണം കൊണ്ടോ വിലക്ക് വാങ്ങപ്പെട്ടവരല്ല, മറിച്ച് കറയോ കളങ്കവുമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റെ അമൂല്യ രക്തം കൊണ്ട് വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മളെല്ലാവരും ഈശോയുടെ തിരുരക്തത്താൽ വിലക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈ ഒരു ബോധ്യം, ഈ ഒരു മനോഭാവം, ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. വളരെ പ്രത്യേകമായിട്ട് തിരുഹൃദയ വണക്കമാസം ആചരിക്കുന്ന ഈ മാസത്തിൽ, അല്ലെങ്കിൽ തിരുഹൃദയത്തോട് ഏറ്റവും ഭക്തി പുലർത്തുന്ന നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളറിയാതെ ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ആ ആറ്റിറ്റ്യൂഡ്? ആറ്റിറ്റ്യൂഡ് ഇതാണ്: ഞാൻ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആണ്, ഞാൻ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മനുഷ്യ ജീവിയാണ്. ഈ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ചില പ്രതിസന്ധികളെ, ചില പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യാനായിട്ട്, ഒരുപക്ഷെ കഠിനമായിട്ടുള്ള ഒരു മാരാരോഗമായിരിക്കാം, ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടായിരിക്കാം, മറ്റുള്ളവരുടെ മുമ്പിൽ ഒറ്റപ്പെടുന്ന ഒരു ഇതായിട്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ കഴിവില്ലാത്തവളായിട്ട് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമായിരിക്കാം. എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും ഈ ഒരു മനോഭാവം, ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും വിലമതിപ്പുള്ള ഒരു ജീവിയാണ്, ഏറ്റവും വിലമതിപ്പുള്ള ഈശോയുടെ ഒരു സമ്മാനമാണെന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ തിരുഹൃദയത്തോടുള്ള ഒരു ഭക്തി നമ്മളെപ്പോഴും പുലർത്തുന്നത് നല്ലതാണ്. തിരുഹൃദയത്തിൻ്റെ ആ ഒരു ചിത്രം ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പ്രതികൂല സാഹചര്യങ്ങളെ നമുക്ക് കോപ്പപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെയൊക്കെ വീട്ടിൽ മെയിനായിട്ട് തിരുഹൃദയത്തിൻ്റെ രൂപം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അതിൽ നോക്കിയാണ് നമ്മൾ കുടുംബ പ്രാർത്ഥന ഒരുമിച്ച് നമ്മൾ ചെല്ലാറുള്ളത്. അപ്പോൾ കുടുംബത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളെയും, രോഗപീഠകളായിക്കൊള്ളട്ടെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളായിക്കൊള്ളട്ടെ, ഒറ്റപ്പെടലായിക്കൊള്ളട്ടെ, കുടുംബ പ്രശ്നമായിക്കൊള്ളട്ടെ, ഈ ഒരു രൂപത്തിലേക്ക് നോക്കുമ്പോൾ ഒന്നുമല്ല, ഇതിനേക്കാൾ വലിയൊരു കാര്യം പകരം കൊടുത്തുകൊണ്ടാണ് എന്നെയും ഈ കുടുംബാംഗങ്ങളെയെല്ലാം തിരുഹൃദയം നേടിയെടുത്തതെന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ അതിനെ എല്ലാം തൃണവൽക്കരിച്ചുകൊണ്ട് മുന്നേറാനായിട്ട് നമുക്ക് സാധിക്കും. ആ ഒരു ബോധ്യം തിരുഹൃദയ മാസത്തിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം. തിരുഹൃദയനാഥൻ നമ്മളെല്ലാവരെയും സ്വന്തം രക്തത്താൽ നേടിയെടുത്ത തിരുഹൃദയനാഥൻ നമ്മളിതിനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.